ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ ഉണ്ടാക്കിയത്? നമ്മുടെ സ്റ്റഫ്ഡ് ചിക്കൻ കോഴി നിറച്ചത് ആണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കല്ലുമക്കായെന്നും പറയും, കടുക്കാന്നും പറയും. ഇവിടെ നമ്മുടെ നാട്ടിൽ എങ്ങനെയാ പറയാ, അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ നിങ്ങൾ കമന്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കല്ലുമക്കായ കടുക്കാൻ വെച്ച് ഉണ്ടാക്കുക. അതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ച് ചമ്മന്തി ആക്കാൻ ചെയ്യുക. അപ്പോൾ ഇവിടെ ഉണ്ടിട്ട ആള്, അപ്പോൾ നിങ്ങൾ അവിടെ പോയി വാങ്ങേണ്ട, ഇവിടെ ഉണ്ട് ആള്, ഓരോ കല്ലിലാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കല്ലുമക്കായ ഇവിടെ റെഡിയാണ്. ഇതൊരു 25 കല്ലുമക്കായ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ പിന്നെ നമുക്കൊരു പാത്രം എടുത്തിട്ട് നമുക്കതിലേക്ക് 2.5 കപ്പ് അരിപ്പൊടി, പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം, അതായത് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി വെക്കുക. ഈ ഞാൻ കാണിച്ചത് ഇളക്കി ഈ ഒരു പരിവാവണം. അപ്പോൾ അതാ മാവ് റെഡി. ഇനി നമുക്ക് ഈ കല്ലുമക്കായ വേണ്ട സാധനങ്ങളാണ് കല്ലുമക്കായ, കരിവേപ്പില, ഒരു മീഡിയം സൈസ് ഉള്ളി, ഒരു പിടി ചെറിയുള്ളി, അതുപോലെ കുറച്ചധികം ഇഞ്ചി, അതുപോലെ തന്നെ 4 കുറച്ച് എരിവുള്ള പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്, അതുപോലെ തന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം, പിന്നെ ഒരു തേങ്ങ ആണ് വേണ്ടത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇത് എന്നിട്ട് നമുക്ക് കല്ലുമക്കായ നന്നായി കഴുകി വെക്കണം. എന്നിട്ട് ഇങ്ങനെ തുറന്ന് വെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് വെള്ളം ഉണ്ടാവും. അതെല്ലാം കൂടി കൂട്ടി വെച്ചിട്ട് നമുക്ക് ഒരു അരിപ്പയിൽ അരിച്ചിട്ടൊരു ബൗളിലേക്കിട്ട് അരിച്ച് മാറ്റി വെക്കാം. അപ്പോൾ അതാ നന്നായി അരിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു 1/2 കപ്പ് ഉണ്ടാവും. ഇനി നമുക്ക് ചെറുകി വെച്ച തേങ്ങ ഇതിലേക്ക് ഒരു ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു പിടി ചെറിയുള്ളി, പിന്നെ നമ്മുടെ ഉള്ളി ഇങ്ങനെ ഇടരുത്, ഉള്ളി നമുക്ക് ചെറിയ ചെറിയ പീസാക്കി ഇങ്ങനെ ചെറുതാക്കണോ ഇല്ല, ഈ ഒരു ചെറിയ പീസിലാക്കിയിട്ട് നമുക്ക് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ മുളക്, അതുപോലെ തന്നെ പച്ചമുളകാണ്, പിന്നെ നമ്മുടെ ഇഞ്ചി, അതുപോലെ തന്നെ നമുക്ക് 2 സ്പൂൺ പെരിഞ്ജീരകം എന്തായാലും വേണം. പിന്നെ ജസ്റ്റ് നമുക്ക് ക്രഷ് ചെയ്തെടുക്കുക, അതായത് ഒതുക്കിയെടുക്കുക. ഒരുപാട് പേസ്റ്റ് ആവരുത്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പെരിഞ്ജീരകമാണ് ഇതിൻ്റെ ടേസ്റ്റ്. 2 സ്പൂൺ എന്തായാലും ഇടണം. അപ്പോൾ അതാ ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് ആ വെള്ളം, നമ്മുടെ കടുക്കൻ്റെ അരിച്ച് മാറ്റി വെച്ച ആ വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് കൊടുക്കുക. നന്നായി കുഴച്ച് മിക്സ് ആക്കണേ. പിന്നെ നമുക്ക് നേരത്തെ മാറ്റി വെച്ച മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ കരിവേപ്പില ഇട്ടിട്ട് വീണ്ടും നന്നായി ഒന്ന് കുഴയ്ക്കുക. എനിക്ക് നല്ലോണം കുഴക്കാൻ അറിയില്ല, എന്നാലും ഉമ്മനെ കൊണ്ട് പറഞ്ഞ് ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കല്ലുമക്കായ എടുത്തിട്ട് തുറന്നിട്ട് ഒരു ചെറിയ പിടി ഒരു ബോളാക്കിയിട്ട് നമുക്ക് എന്താക്കാം, ഈ കല്ലുമക്കായൻ്റെ ഉള്ളിൽ വെച്ച് ജസ്റ്റ് ഒന്ന് നമുക്ക് ഷേപ്പാക്കി കൊടുക്കാം. ഇതാദ്യം എനിക്ക് സ്റ്റെപ്പ് കാണിച്ചെന്ന്, പിന്നെ ഞാനങ്ങനെ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ കറക്റ്റ് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് ഫുള്ള് ഞാൻ തന്നെ ചെയ്യാറ്. അപ്പോൾ അതാ ഞാൻ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ആ സ്റ്റെപ്പ് നമുക്ക് വീണ്ടും വീണ്ടും ചെയ്ത് കൊടുക്കാം. അപ്പം അതന്നെ നമുക്ക് ഒരു പിടി കല്ലുമക്കായ കല്ലുമക്കായൻ്റെ ഉള്ളിൽ നിറയ്ക്കാനുള്ളത് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചൊന്ന് നന്നായി ഒന്ന് നിറച്ച് കൊടുത്തിട്ട് നമുക്ക് സൈഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. അതേ സ്റ്റെപ്പ് തന്നെ വീണ്ടും 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 എത്ര കല്ലുമക്കായല്ല അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒക്കെ ആക്കിയെടുത്തതിന് ശേഷം 20-25 മിനിറ്റ് ഞാനൊരു ചെമ്പിൽ ആവി കയറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ പെട്ടെന്നായിട്ട് എനിക്ക് കാണിക്കുന്നത്, പക്ഷേ കട്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ ഉണ്ടാവുക. അപ്പോൾ അതാ സാധനം അവിടെ വെന്ത് നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കല്ലുമക്കായ അല്ലാണ്ട് എനിക്ക് എങ്ങനെയാണ് പറയാമെന്ന് നല്ലോണം അറിയില്ല, എന്നാലും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അതായത് ഈ തൊലി കല്ലുമക്കായ ഇല്ലാണ്ട് മാറ്റി കൊടുക്കുക, അത്രേ അറിയുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ മാറ്റി കൊടുക്കുക. ആദ്യം എനിക്ക് കാണിച്ചു തന്നു, പിന്നെ ഞാൻ ചെയ്തു. അങ്ങനെയാണ്. ചിലതിൽ ചിലപ്പോൾ കല്ലുമക്കായ ഉണ്ടാവില്ല, ചിലതിൽ കുറേ ഉണ്ടാവും. അപ്പോൾ അതുപോലെ നമുക്ക് മെല്ലെ ഒന്ന് മാറ്റി കൊടുക്കുക. കല്ലുമക്കായ അതിൽ കുടുങ്ങി കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ല. അപ്പോൾ ഒന്നും ഞാൻ പാളിപ്പോയാൽ നോക്കണം അപ്പോൾ തൽക്കാലം. അപ്പോൾ ഇതുപോലെ നന്നായി നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാം.
ചില ഗൾഫിലുള്ളവർക്കും ഒക്കെ കാണുമ്പോഴത്തേക്ക് ഇത് കഴിക്കാൻ തോന്നും. അപ്പോൾ വീട്ടിൽ കിട്ടുകയാണെങ്കിൽ വേഗം ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്കൊരു 2 സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു 1/4 സ്പൂൺ അല്ല 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ്. കാരണം നമ്മൾ പൊടിയിലിടുന്നതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ പൊടിയിൽ ഇതിലും കൂടി ആകുമ്പോൾ ഓവർ ഉപ്പാവരുത്. അപ്പോൾ അതാ കുറച്ച് ഉപ്പ് ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് മിക്സ് ആക്കിയതിന് ശേഷം 1 സ്പൂൺ നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മതിയാവും. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ലൂസിലാക്കി എടുക്കാം. ഭയങ്കര ലൂസാവരുത്, അധികം തിക്കും ആവരുത്. ഈ ഒരു പരുവത്തിൽ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കല്ലുമക്കായൻ്റെ നമ്മൾ റെഡിയാക്കി വെച്ചത് ഇതിൽ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓരോ കല്ലുമക്കായ ഇതിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ച് മറിച്ച് ഒന്ന് നല്ലോണം ഒന്ന് തേക്കുക. അപ്പോൾ നമ്മുടെ കല്ലുമക്കായ മുറിഞ്ഞു പോകരുത്. അപ്പോൾ അതാ ഒക്കെ ഞാൻ നന്നായി തേച്ച് വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ല ഇങ്ങനെ ചേച്ചി വെക്കണേ. അപ്പോൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിക്കാം. തിളച്ച് വരുന്ന ഓയിൽ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. വെളിച്ചെണ്ണ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അറിയുന്നതല്ലേ, നാടനൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റിന് വേണ്ടി വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. അപ്പോൾ അതാ ഇത് നമ്മൾ ഓരോന്നായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുത്താൽ മാത്രം മതി. 2 സൈഡ് മറിച്ചിട്ടിട്ട് നന്നായി ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതാ കഴിഞ്ഞ്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി സെർവ് ചെയ്ത് വെക്കാം. ഇതിന് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? അപ്പോൾ അതാ നമുക്ക് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ കടുക്കത് റെഡി. അപ്പോൾ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നന്നായി പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ചൂട് പോകുന്നുണ്ടോ, പുക പോകുന്നുണ്ടോ ഗൈസ്? ഇനി നമുക്ക് ഇതന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ കല്ലുമക്കായ അടുത്ത ടേസ്റ്റ് ചെയ്യാനുള്ള ടേസ്റ്റ്. ഇവൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് എപ്പോഴും ടേസ്റ്റ് ചെയ്യാൻ പറ്റാതെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ്. നമ്മൾ ബീച്ചിലൊക്കെ പോയാൽ കഴിക്കാൻ പറ്റില്ല. അതിൻ്റെ കാട്ടി ടേസ്റ്റ്. അപ്പോൾ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈസി ആയിട്ട് പറയാൻ പറ്റില്ല, എന്നാലും കുറച്ചൊരു ഈസി ആയിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പം നിങ്ങൾ ഇതേ റെസിപ്പിയിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. അത് മാത്രമല്ല ഇതിൻ്റെ കൂടെ തേങ്ങ ഒക്കെ കടിക്കുമ്പോഴും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ച് ചമ്മന്തിയാക്കാൻ.